UDF-നെതിരെ രൂക്ഷ വിമർശനവുമായി സോളാർ കമ്മീഷൻ. UDF-ന് കമ്മീഷനിൽ വിശ്വാസമില്ല. തമ്പാനൂർ രവി നാളെയോ മറ്റന്നാളോ ഹാജരായില്ലെങ്കിൽ കളി മാറുമെന്ന് സോളാർ കമ്മീഷൻ. സോളാർ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഉടൻ കോടതിയെ സമീപിക്കുമെന്ന് സരിതയും പറഞ്ഞു. വിസ്താരത്തിനിടെ കമ്മീഷനെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയ പോലീസ് അസോസിയേഷൻ അഭിഭാഷകനെതിരെ ബാർ കൗൺസിലിന് പരാതി നൽകുമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടു. ഈ വിഷയം പരിശോധിക്കുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ്. രണ്ടാമതായി ചർച്ചയിൽ പങ്കെടുക്കുന്നത് KPCC നേതാവ് ശ്രീ എം വിൻസെന്റ്, BJP വക്താവ് ശ്രീ JR പത്മകുമാർ, CPM നേതാവ് ശ്രീ മുഹമ്മദ് റിയാസ് ന്യൂഡൽഹിയിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏറ്റവും ആദ്യം ശ്രീ വിൻസെന്റ്, എന്തുകൊണ്ടാണ് UDF തന്നെ നിയമിച്ച ഈ കമ്മീഷൻ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടല്ല, അവരുടെ സമരത്തിന്റെ ബലം കൊണ്ടല്ല ഈ കമ്മീഷൻ ഉണ്ടായത് എന്ന് ഒരുപാട് അവകാശവാദങ്ങൾ നിരത്തുന്ന UDF-കാർ, കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഈ കമ്മീഷനെ തന്നെ ഇങ്ങനെ താറടിച്ച് കാണുന്നത്? ശ്രീ വിൻസെന്റ്, ഒരിക്കലും ഈ കമ്മീഷനെ താറടിച്ച് കാണിക്കുക, ഈ കമ്മീഷനെ എന്നല്ല ജുഡീഷ്യൽ സംവിധാനത്തെ താറടിച്ച് കാണിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ഒരു പാരമ്പര്യമേ അല്ല. ഈ കമ്മീഷന് തന്നെ എല്ലാ തരത്തിലുമുള്ള ഗൗരവം കൊടുത്തിട്ടുള്ളത് UDF-ആണ്. ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കമ്മീഷൻ രൂപീകരിച്ചത് തന്നെ UDF-ൻ്റെ കൂടി ഒരു ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഈ നാട്ടിൽ നടക്കുന്ന ഈ കള്ളപ്രചരണങ്ങളെക്ക് അവസാനം കണ്ടെത്തുന്നതിന് വേണ്ടി, സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമാണെന്നുള്ള UDF-ൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടത് മറ്റാരെക്കാളും UDF-ൻ്റെ പ്രാഥമികമായ ആവശ്യമാണ്. എന്നിട്ട് ആ കമ്മീഷൻ ഇന്ന് കരഞ്ഞു വിളിക്കുകയാണ്, ഞാൻ പരാതി കൊടുക്കും, എനിക്കെതിരെ ഇതിനകത്ത് വരുന്ന അഭിഭാഷകരെല്ലാം മോശമായ രീതിയിൽ പെരുമാറുന്നു. ഒപ്പം ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ UDF നേതാക്കൾ ആരും വരുന്നില്ല. ഇതാ തമ്പാനൂർ രവി ഇന്ന് വരാൻ പറഞ്ഞിട്ട് ഇന്ന് വന്നിട്ടില്ല, നാളെ വന്നില്ലെങ്കിൽ കളി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ എന്തുകൊണ്ടാണ് നിർണായകമായ തെളിവുകൾ കൊടുക്കേണ്ട, ഈ കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരേണ്ട മുഖ്യമന്ത്രിയുമായി അടുത്തുള്ള തമ്പാനൂർ രവിയെ പോലുള്ളവർ ഇങ്ങനെ നിരുത്തരവാദപരമായി പെരുമാറുന്നത്? എന്തുകൊണ്ടാണ് കമ്മീഷൻ അത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയത്, കമ്മീഷൻ അതിൽ പ്രേരിപ്പിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ കമ്മീഷനെ ഗൗരവത്തിൽ UDF കാണുന്നില്ല എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. കാരണം UDF-ൻ്റെ ചെയർമാനായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കമ്മീഷൻ വിളിച്ച ഉടൻ തന്നെ കമ്മീഷൻ പോലും പ്രതീക്ഷിക്കുന്നതിന് വളരെ നേരത്തെ തന്നെ പോവുകയും ഒരു കാലത്തും ഇന്ത്യയിലെ തന്നെ എൻക്വയറി ഓഫ് കമ്മീഷൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത തരത്തിൽ 14 മണിക്കൂർ തുടർച്ചയായി ഇരുന്നു കൊണ്ട് കമ്മീഷന് മുന്നിൽ ഇരുന്നു കൊണ്ട് ഇരിക്കാൻ തയ്യാറായിട്ടുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും UDF ചെയർമാനുമായ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. PM മുഹമ്മദ് റിയാസ്, ഇപ്പോൾ വിൻസെന്റ് നേരത്തെ സൂചിപ്പിച്ചത് സോളാർ കമ്മീഷൻ ഒരു തരത്തിലും അപമാനിക്കപ്പെട്ടിട്ടില്ല, അത് വേണമെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് തന്നെയാണ്, UDF തന്നെയാണ്. എന്തുകൊണ്ട് എന്നിട്ടും സോളാർ കമ്മീഷൻ ഇങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിലാകുന്നില്ല വിൻസെന്റിനെ പോലുള്ളവർക്ക്? ഒന്ന്, ശ്രീ വിൻസെന്റ് പറഞ്ഞതിൽ രണ്ട് ഗുരുതരമായ അടിസ്ഥാനരഹിതമായ വിഷയങ്ങളുണ്ട്. ഒന്ന്, സോളാർ കമ്മീഷൻ്റെ ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രഖ്യാപനം UDF സ്വയമേവ ചെയ്തതാണ് എന്നുള്ളതിലേക്കാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഒരു ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഉമ്മൻചാണ്ടിക്ക് UDF നേതാക്കന്മാർക്കും പെട്ടെന്ന് തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് ജുഡീഷ്യൽ കമ്മീഷൻ ആരും പറയാതെ അങ്ങോട്ട് തീരുമാനിച്ചത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അത് അടിസ്ഥാനരഹിതമാണ്. ഉജ്ജ്വലമായ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ജുഡീഷ്യൽ കമ്മീഷൻ നിർബന്ധിതമായത്, നമുക്കറിയാം. രണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു അടിസ്ഥാനരഹിതമായ പ്രശ്നം, അതിൻ്റെ ഇടയിൽ മറ്റേ വിഷയം കയറി വന്നതുകൊണ്ടാണ് ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി 13 മണിക്കൂർ സോളാർ കമ്മീഷന് മുമ്പാകെ ഇരുന്നത് എന്തോ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്തതിന് സമാനമായിട്ടാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. ശ്രീ ഉമ്മൻചാണ്ടി സോളാർ കമ്മീഷന് മുമ്പാകെ ഇരുന്നത് ആ കമ്മീഷനോടുള്ള ബഹുമാനത്തിൻ്റെയോ കമ്മീഷനെ ആകെ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ നിവർത്തികേട് കൊണ്ടാണ്. അദ്ദേഹം അവിടെ വന്നത് സാക്ഷിയായിട്ടല്ല, അദ്ദേഹം അവിടെ വന്നത് പ്രധാനപ്പെട്ട അക്യൂസ്ഡ് ആയിട്ടാണ്, കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി 13 മണിക്കൂർ ചായ പോലും കൃത്യമായി ചോദ്യം ചെയ്യപ്പെട്ടതിന്റെ സ്ഥിതി ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ പറഞ്ഞപ്പോ മിണ്ടിട്ടില്ല, നിങ്ങൾക്ക് സമയം ലാലെ അദ്ദേഹത്തിന് സമയം കൊടുക്കാം. എന്നൊന്ന് പറയാൻ വേണ്ടി ആരോപിതനായി തന്നെയാണ് വന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞതിന് ശേഷം പറയട്ടെ. യാതൊരു പ്രതിപക്ഷ ശ്രീ JR പത്മകുമാറിനെ പഠിക്കരുത് നമ്മൾ ഈ അതെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ കോൺഗ്രസ് BJP ആവാൻ ശ്രമിച്ചതാണ് രാജ്യത്തങ്ങൾ ഇല്ലാതായത്, നിങ്ങളും അതുപോലെ ശ്രമിക്കല്ലേ. അപ്പോൾ വിൻസെന്റ്, ഞാൻ പറയുന്നത് കുറ്റം ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ നിരവധി മൊഴികൾ വന്നിട്ടുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യാനുള്ള സമയമല്ല എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. അതൊക്കെ ചോദിക്കാൻ അവിടെ വന്നത്, അല്ല അദ്ദേഹത്തിന് വിവരങ്ങൾ കൊടുക്കാനല്ല.
അത് ചോദിച്ച് 13 മണിക്കൂർ ഒരു മുഖ്യമന്ത്രി സോളാർ കമ്മീഷൻ മുമ്പാകെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം നാണക്കേട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടോ? ഇതാണ് പ്രശ്നം. ശരി, 2 അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തത്, വിഷയത്തിലേക്ക് കടന്നു വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കമ്മീഷൻ നീട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി പറഞ്ഞു കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് തമ്പാനൂർ രവി കമ്മീഷനിൽ ഹാജരാകാത്തത് എന്ന് കേരളത്തിൽ വകതിരിവുള്ളവർ തിരിച്ചറിയും. ശ്രീ പത്മകുമാർ, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഇതേ കാഴ്ചപ്പാട് തന്നെയാണോ? സോളാർ കമ്മീഷന് ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്. സോളാർ കമ്മീഷൻ ഇപ്പോൾ വിൻസെന്റ് പറഞ്ഞതുപോലെ അവരുടെ ഒരു സൃഷ്ടിയാണ്, അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ കൊണ്ടുവന്നതാണ്. പക്ഷേ എന്നിട്ടും അവർ ഈ കമ്മീഷൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇത് ഇവർ രണ്ടുപേരും പറഞ്ഞ അഭിപ്രായങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇവർ പരസ്പരം തരാതിരുന്നാൽ പരസ്പരം സഹകരണങ്ങളായിട്ട് പ്രവർത്തിക്കും. പിന്നെ റിയാസ് പറഞ്ഞ വലിയ ഉഗ്രം പോരാട്ടത്തിലൂടെയാണ് ഇത് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഇതൊരു അതല്ല വിഷയം. അവരുടെ ഭാഗത്ത് അവർ ക്ലെയിം ചെയ്തോട്ടെ, അതല്ല വിഷയം ശ്രീ പത്മകുമാർ. അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എന്റെ ചോദ്യം, സോളാർ കമ്മീഷൻ ഇന്ന് കരഞ്ഞു പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, അതോ കോൺഗ്രസ് അതിനകത്ത് പറയുന്നതാണോ നിങ്ങൾ അംഗീകരിക്കുന്നത്? അല്ല, അതിനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞത് എന്ത് എന്നുള്ളതല്ല. അല്ല, അങ്ങനെ ഒരാൾ നിങ്ങൾ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയുക എന്നുള്ളത് എൻ്റെ ധർമ്മമല്ല. നമുക്ക് ഈ ചർച്ചയിൽ ഉയർന്നു വരുന്ന കാര്യങ്ങളെ കുറിച്ച് മറുപടി പറയുക. അതാണ് ഒരു ചർച്ചയുടെ ഇത്. അല്ല, നിങ്ങൾ ചോദിക്കുന്നത് ഞാനും നിങ്ങൾ അങ്ങനെ ഒരു അധ്യാപകൻ കുട്ടി എന്നുള്ള നിലയിൽ ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഞാൻ ഇടപെടും. ഞാൻ സമയം ഇടപെട്ട് അങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക തന്നെയാണ് ശ്രീ പത്മകുമാർ. ഈ കാര്യത്തിൽ സോളാർ കമ്മീഷനെ കുറിച്ച് ഇന്ന് കമ്മീഷൻ പറഞ്ഞ അഭിപ്രായം, UDFന് ഈ കമ്മീഷനോട് താല്പര്യമില്ല എന്ന് സോളാർ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ സോളാർ കമ്മീഷനെതിരായിട്ടുള്ള നീക്കങ്ങളാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് UDFൻ്റെ ഭാഗത്ത് നിന്ന്. തുടക്കം മുതൽ നമ്മൾ പരിശോധിച്ചാൽ ആദ്യം ഇതിനെ അപ്പോയിൻറ്റ് ചെയ്ത സമയത്ത് ഈ സോളാർ വിഷയവുമായി ഉയർന്നു വരുന്ന സംഭവത്തെ മൂടിവെക്കാൻ തൽക്കാലം അന്ന് ഒരു കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് സോളാർ കമ്മീഷന് മുന്നിൽ തെളിവുകൾ വന്നപ്പോൾ കമ്മീഷൻ തന്നെ അന്തം വിട്ടുപോയി. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിൽ പ്രതിസ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ UDF ആണ് പ്രതിസ്ഥാനത്ത് വരാൻ, അവരുടെ ഭരണകാലത്താണ് നടന്നിട്ടുള്ളത്. അവർ സ്വാഭാവികമായിട്ട് അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കും. അതിനെ ഓവർകം ചെയ്യാൻ ജുഡീഷ്യറി എന്നുള്ള നിലയിൽ കമ്മീഷൻ. ഇതാണ് BJPയുടെ കാഴ്ചപ്പാട്. ഇനി അങ്ങേക്ക് വേണമെങ്കിൽ പറയാം ഇതിനെക്കുറിച്ച്. പക്ഷേ മുഹമ്മദ് റിയാസ് പറഞ്ഞതിനകത്ത് തട്ടിപ്പുണ്ട് എന്ന്, അത് ഞാൻ അംഗീകരിക്കാം. ശ്രീ വിൻസെന്റ്, ഇതാണ് കേരളത്തിലെ പ്രതിപക്ഷവും പൊതുസമൂഹവും ഒക്കെ പൊതുവെ പറയുന്ന കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് മാത്രം മനസ്സിലാകാത്തതാണ്. സോളാർ കമ്മീഷന് വേദനയുണ്ട്. PP തങ്കച്ചൻ എന്ന UDF കൺവീനർ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഈ കമ്മീഷൻ ഇങ്ങനെ തോന്നിയ പോലെയൊക്കെ പറയാമോ, ഞങ്ങളും തിരിച്ചു പറയും എന്നൊക്കെ അന്നേ പറഞ്ഞതാണല്ലോ. അതിന്നിപ്പോൾ UDFലെ ഓരോ നേതാക്കന്മാരും അത് അനുസരിച്ച് പെരുമാറുന്നു. കമ്മീഷനും അത് മനസ്സിലായി. അല്ല, പ്രതിപക്ഷത്തിന് വേദന തോന്നുന്നത് പ്രതിപക്ഷം പ്രതികളുടെ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. ഈ ജുഡീഷ്യൽ കമ്മീഷനെ ആദ്യം അവഗണിച്ചത് ഇടതുപക്ഷമാണ്. ഒരു വർഷക്കാലം ജുഡീഷ്യൽ കമ്മീഷൻ ആവർത്തിച്ച് നിങ്ങൾ തെളിവ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടും ജുഡീഷ്യൽ കമ്മീഷൻ്റെ വരാന്തയിൽ പോലും പോകാൻ തയ്യാറാകാതെ ഈ ജുഡീഷ്യൽ കമ്മീഷനെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞവരാണ് ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. ഒരു വർഷക്കാലം അവസാനം സുവോമോട്ടോ ജുഡീഷ്യൽ കമ്മീഷൻ പത്രക്കട്ടിങ്ങുകളും നിയമസഭയിൽ വന്നിട്ടുള്ള പ്രസംഗങ്ങളുമെല്ലാം തെളിവായി എടുത്തുകൊണ്ട്, സ്വയം തെളിവായി എടുത്തുകൊണ്ടാണ് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചത്. അപ്പോൾ ആദ്യം ഈ ജുഡീഷ്യൽ കമ്മീഷനെ അവഗണിച്ചത് പ്രതിപക്ഷമാണ്. പിന്നെ ശ്രീ അധിക്ഷേപ വാക്കുകൾ കൊണ്ട് ചർച്ചകളിലെ കസറുന്ന ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞതിൽ ഒട്ടും ശരിയല്ല. 13 മണിക്കൂർ ഇരുന്നത് ജുഡീഷ്യൽ കമ്മീഷനുള്ള ബഹുമാനമാണ്. ജുഡീഷ്യൽ കമ്മീഷനിൽ പോയാൽ അത് നാണക്കേടാണ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. അല്ല, മുഹമ്മദ് റിയാസ് പറഞ്ഞത് 13 മണിക്കൂർ മുഖ്യമന്ത്രി ജുഡീഷ്യൽ കമ്മീഷനിൽ പോയത് നാണക്കേടാണ്. പോയില്ലെങ്കിലോ അത് ജുഡീഷ്യൽ കമ്മീഷനെ അപമാനിക്കലാണ്. മുഹമ്മദ് റിയാസ് എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞ ഒരു കമ്മീഷന് മുമ്പിൽ പോയിരുന്നത് എന്റെ പോയിന്റ് വായിൽ നിന്ന് അത് ഒന്നുകൂടെ കേൾക്കാൻ, അത് കേരള സമൂഹം ഒന്നുകൂടെ കേൾക്കുന്നത് അങ്ങ് അദ്ദേഹം കേൾക്കട്ടെ. ലാൽ എന്റെ പോയിന്റ് അതല്ല. ഞാൻ പറഞ്ഞത്
ജുഡീഷ്യൽ കമ്മീഷനെ അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ UDF അവഗണിക്കുന്നു. UDFന്റെ ചെയർമാനായ മുഖ്യമന്ത്രി തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ ആഗ്രഹിക്കുന്ന ദിവസത്തിന് മുൻപേ തന്നെ പോവുകയും മുഴുവൻ സമയം അവിടെ ഇരിക്കുകയും ചെയ്ത് ജുഡീഷ്യൽ കമ്മീഷന് ആവശ്യമായ ഗൗരവം UDF കൊടുക്കുന്നു എന്നുള്ളതിന്റെ ശ്രീ തെളിവാണ്. മുഹമ്മദ് റിയാസ്, പോയിന്റിലേക്ക് തന്നെ വരൂ. ഈ സാക്ഷിയായി ശ്രീ തമ്പാനൂർ രവി വിളിച്ചപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ ഒന്ന് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം പത്മകുമാർ ഇരിക്കുന്നു, ജുഡീഷ്യൽ സംവിധാനത്തിൽ തന്നെ എത്ര തവണ മാറ്റിവെച്ചിട്ടാണ് അതിനൊക്കെ വളരെ ഗൗരവമായി നിങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ശരി. രണ്ട് കാര്യത്തിനും മറുപടി. ഒന്ന്, ജുഡീഷ്യൽ കമ്മീഷൻ പ്രഖ്യാപിച്ചത് പ്രക്ഷോഭത്തിലൂടെയാണ്. 2, ടേംസ് ഓഫ് റെഫറൻസിനകത്തുള്ള വിഷയങ്ങളായിരുന്നു തുടക്കത്തിലുണ്ടായ പ്രശ്നമെന്ന് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. അപ്പോൾ അതിലേക്കല്ലല്ലോ പോകേണ്ടത് എന്നുള്ളത് ഞാനത് ആവർത്തിക്കുന്നില്ല. മൂന്നാമത്തെ പ്രശ്നം, ടേംസ് ഓഫ് റെഫറൻസിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്തിയതിന് ശേഷം പ്രതിപക്ഷം കൃത്യമായി ഇടപെട്ടു. പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ കമ്മീഷൻ മുമ്പാകെ ഹാജരായി. പേര് ഞാൻ വേണം നിരത്താം, ഇനിയും സംശയം ഉണ്ടെങ്കിൽ. 4, ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല, ഒരു കാര്യത്തിനും പറഞ്ഞിട്ടില്ല. 5, UDF കൺവീനർ ശ്രീ PP തങ്കച്ചൻ ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അഭിപ്രായ വ്യത്യാസം തന്നെയാണോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന UDF പ്രതിനിധിക്കുള്ളത് എന്നുകൂടി പറഞ്ഞാൽ കൊള്ളാം. 6, കമ്മീഷൻ റിപ്പോർട്ട് എത്രയും വേഗം വേണമെന്നുള്ള അഭിപ്രായത്തോട് അങ്ങയുടെ അഭിപ്രായം എന്താണ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമ്മീഷനെ ബഹുമാനിച്ച ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ചപ്പോൾ ശ്രീ തമ്പാനൂർ രവി കമ്മീഷനെ ബഹുമാനിക്കുകയാണോ? ശ്രീ തമ്പാനൂർ രവി വിളിച്ച് വരാത്തതാണ്. ശ്രീ ഉമ്മൻചാണ്ടി വിളിച്ചു വരാത്തത് അല്ല ഞാനിവിടെ ചൂണ്ടിക്കാട്ടിയത്. ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു വ്യക്തി, കേവലം ഒരു വ്യക്തിയല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 13 മണിക്കൂർ നേരം അവിടെ ഇരുന്ന പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അത് കമ്മീഷനെ ബഹുമാനിക്കലാണോ? അങ്ങനെയാണ് മുഖ്യമന്ത്രി ഭരണം നിർത്തി മുഴുവൻ സമയം കമ്മീഷന് മുമ്പാകെ ഇരുന്നോട്ടെ, അങ്ങനെ ജനം വിലയിരുത്തിയാൽ പോരെ? അപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിലേക്ക് ഒരു മുഖ്യമന്ത്രിക്ക് 13 മണിക്കൂർ നേരം ഒരു കമ്മീഷന് മുമ്പാകെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ ഇരിക്കേണ്ടി വന്നു എന്നുള്ളതാ പ്രശ്നം. അതാണ് വിഷയം. മുഹമ്മദ് റിയാസ് തെറ്റിദ്ധരിക്കേണ്ട. കമ്മീഷൻ എപ്പോൾ വേണമെങ്കിലും നിർത്താമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. പാതിരാത്രി വരെ അവിടെ ഇരിക്കാൻ മുഖ്യമന്ത്രിയാണ് തയ്യാറായത്. ഈ ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞു വൈകുന്നേരം 5 മണിയായപ്പോൾ മതിയാക്കി പോകാമെന്നാണ് പറഞ്ഞത്. ജുഡീഷ്യൽ കമ്മീഷന് കേരളത്തിൽ ഇടതുപക്ഷം കൊണ്ടുവന്ന ഒരു കള്ളക്കഥകൾ നിറഞ്ഞ ഒരു ആരോപണത്തിന് പൊള്ളത്തരം വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി ജുഡീഷ്യൽ കമ്മീഷനെ നിങ്ങൾ പ്രക്ഷോഭം ഹൈക്കോടതിയിൽ അതുപോലെ ഇവിടെ തമ്പാനൂർ രവിക്ക് വേണമെങ്കിൽ പോയി ഈ പ്രതിപക്ഷത്തിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നല്ലോ. അത് എന്തുകൊണ്ട് നിങ്ങൾ കളഞ്ഞു കുളിച്ചു? ഇങ്ങനെ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അനുകൂലമാക്കാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കളഞ്ഞു കുളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അല്ല, മുഹമ്മദ് റിയാസ് ആവർത്തിച്ച് പറയുന്നത് ഞങ്ങളുടെ പ്രക്ഷോഭത്തിലൂടെയാണ് കമ്മീഷൻ വന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കമ്മീഷൻ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളുടെ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ല, പള്ളിയിൽ പോയി പറയണം പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ എന്ന് പറഞ്ഞ ആളാണ് തോമസ് ഐസക്ക്. മറന്നു പോകരുത്. ഈ ഗവൺമെന്റിന്റെ നിർദ്ദേശമാണ്, നിങ്ങളുടെ ആവശ്യമല്ല. നിങ്ങളുടെ ആവശ്യം മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെമ്പാടും നിങ്ങൾ വന്നത്. അല്ല, എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പിന്നെ ഇത് മുഹമ്മദ് റിയാസ് ചോദിച്ചു, പിന്നെ അദ്ദേഹത്തിന് ഒരു ചോദ്യത്തിന് മറുപടി കിട്ടുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ ചോദ്യത്തിനും വ്യക്തമായി ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറാണ്. ഏത് ചോദ്യം വേണമെങ്കിലും മുഹമ്മദ് റിയാസിന് ചോദിക്കാം. ചോദ്യങ്ങൾ കൂടി ഇതിനകത്ത് ഉന്നയിക്കാനുണ്ടോ? എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടോ? അല്ലല്ല, ഇപ്പോൾ ഈ UDF ഭരണകാലത്ത് നിയമിച്ചൊരു കമ്മീഷൻ, ആ കമ്മീഷൻ്റെ സുഗമമായ നടത്തിപ്പിന് സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് ഈ ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ്റിൽ ജുഡീഷ്യൽ കമ്മീഷന് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ CCTV ക്യാമറയിലുള്ള കാര്യങ്ങൾ നശിപ്പിച്ച് കളഞ്ഞത് വീണ്ടെടുക്കാൻ പറ്റുമോ എന്ന് ഗവൺമെന്റിനോടല്ല ചോദിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ സൈബർ ഡിപ്പാർട്ട്മെന്റിനോട് ചോദിച്ചു. അദ്ദേഹം വേറെ വിദഗ്ധരെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഗവൺമെന്റ് ന്യായമായ നിലപാടെടുക്കുകയില്ല എന്നുള്ളൊരു തീരുമാനം നമുക്ക് മനസ്സിലാക്കി കഴിയും. ഇനി അടുത്ത അഭിപ്രായം ഞാൻ എന്തായാലും റിസർവ് ചെയ്യാണ് പറഞ്ഞത്. പക്ഷേ ശ്രീ വിൻസെന്റ്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും കമ്മീഷൻ UDFനെയോ സംസ്ഥാന സർക്കാരിനെയോ 14 മണിക്കൂർ മുമ്പിൽ വന്നു നിന്ന മുഖ്യമന്ത്രിയെയോ വിശ്വാസത്തിലെടുത്തുകൊണ്ടല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അവിടെ പരാതിയാണ്. മുഖ്യമന്ത്രിയുടെ അഭിഭാഷകനെ കുറിച്ച് ഒരു ദിവസം പറയുന്നു, പോലീസ് അസോസിയേഷൻ്റെ അഭിഭാഷകനെ കുറിച്ച് അടുത്ത ദിവസം പറയുന്നു. ഈ കമ്മീഷനിലേക്ക് വരേണ്ട ആളുകൾ വരാതിരിക്കുന്നത് എന്ത് എന്ന് UDF
ഇതിനകത്ത് കള്ളക്കളി കളിക്കുന്നുണ്ടോ എന്ന സംശയം തുറന്നു പറയുന്നു. കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് നിങ്ങൾ പറയുമോ? ഇനി അല്ല, ആരാണ് പോകാതിരിക്കുന്നു? തമ്പാനൂർ രവി പോവും, സംശയം ഇന്നലെ വരാൻ പറഞ്ഞത്. അല്ല, ഈ തിരുവനന്തപുരത്തല്ലേ അദ്ദേഹം ഇത്രയധികം സരിതയെ വിളിച്ച് വരെ ഫോണിൽ സംസാരിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സോളാർ കമ്മീഷനിൽ പോയി കാര്യങ്ങൾ പറയാൻ പറ്റാത്തത്? എത്ര തവണയാണ് മാർക്സിസ്റ്റ് നേതാക്കൾ കമ്മീഷനിലും കോടതികളിലും അവധി ഇന്നത്തെ പരാതി മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ചല്ല, യുഡിഎഫിനെ കുറിച്ചാണ്. ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ കമ്മീഷനിലാകട്ടെ കോടതിയിലാകട്ടെ അവധിക്ക് അപേക്ഷ കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ശരി, ആരെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ട് അപേക്ഷ കൊടുക്കുന്നു? നിങ്ങൾക്ക് എന്താണ് പേടി? പേടി അത് ജുഡീഷ്യൽ സംവിധാനം അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ശരി, കമ്മീഷൻ ഒരിക്കലും വരാതിരിക്കാൻ പറ്റുമോ എന്ന് കൂടി നിങ്ങൾ നിയമോപദേശം തേടുന്നുണ്ടോ? അദ്ദേഹത്തിന് വ്യക്തിപരമായി പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, അസുഖങ്ങളോ മറ്റെന്തെങ്കിലും കാര്യം, ജയരാജൻ അസുഖം പോലെ KPCC ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് എന്ത് അസുഖമാണെന്ന് KPCC അറിയില്ലേ? അസുഖത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. വ്യക്തിപരമായ അസൗകര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തോടെ തീരുന്നില്ലല്ലോ. 2 ദിവസം മാറ്റിവെച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ സോളാർ കമ്മീഷനിലേക്ക് എത്തും. കമ്മീഷൻ ദയവായി മുന്നോട്ട് പോകരുത് എന്നാണ് UDF-ന് തൽക്കാലം പറയാനുള്ളത്. നമുക്ക് എടുക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ വിൻസെന്റ്, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ പത്മകുമാർ.